നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇവാൻ മാലും പാർക്കറും തമ്മിൽ നടന്ന വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1999 ഈ ഗെയിമിൽ പാർക്കർ വൈറ്റ് സൈഡും മ്യാൽ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് D4 മൂവ് കൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ത്യൻ ഗെയിമാണ്. വൈറ്റ് D4 മൂവ് ചെയ്യുന്നു, ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. അടുത്തായി വൈറ്റ് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ C4 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇതോടെ ഗെയിം നിംസോ ഇന്ത്യൻ ഡിഫൻസിലേക്ക് മാറിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വൈറ്റിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ബിഷപ്പിനെ D2 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ പിൻ ഒഴിവാക്കാം, അല്ലെങ്കിൽ E3 മൂവ് കൊണ്ട് നോർമൽ ലൈനിലേക്ക് മാറാം. അതുമല്ലെങ്കിൽ നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് 3 നൈറ്റ്സ് വേരിയേഷനിലേക്ക് മാറാം. എന്നാൽ വൈറ്റ് ഇവിടെ ഇതൊന്നും ചെയ്യുന്നില്ല. ക്വീനെ C2 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്ലാസിക്കൽ വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നതാണ് ബ്ലാക്കിൻ്റെ മെയിൻ മൂവ്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ കാസ്ലിംഗ് ചെയ്യുന്നില്ല, പകരം ബിഷപ്പിനെ ഈ ഡയഗണലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് B6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ B7 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റും E3 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റിൻ്റെ നൈറ്റ് ഇപ്പോഴും ബ്ലാക്കിൻ്റെ ബിഷപ്പിൻ്റെ പിന്നിങ്ങിലാണ്. മാത്രമല്ല E4 സ്കോറിലേക്ക് ബ്ലാക്കിനെ ബിഷപ്പ് വെച്ചും നൈറ്റ് വെച്ചും കൺട്രോളും ഉണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് നൈറ്റിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. നൈറ്റിനെ E4 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ വൈറ്റിന് 2 പീസുകൾ ഉപയോഗിച്ച് അറ്റാക്ക് ഉണ്ടെങ്കിലും നൈറ്റ് പിന്നിങ്ങിലായത് കാരണം ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനെ ഒട്ടാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് ബിഷപ്പിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്. ബിഷപ്പിനെ D3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനെ ഒട്ടെടുക്കുകയാണെങ്കിൽ വൈറ്റിന് പോൺ ഉപയോഗിച്ച് തിരിച്ചു വെട്ടാം. അതോടെ ബ്ലാക്കിൻ്റെ ബിഷപ്പ് അറ്റാക്കിലാവും. ആ ബിഷപ്പിന് എങ്ങോട്ടെങ്കിലും തിരിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല, പകരം F5 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ വൈറ്റും ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല, പകരം കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് ഈ നൈറ്റിനെ പിന്നിങ്ങിൽ നിന്നും ഒഴിവാക്കുന്നു. ഇതോടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നു, വൈറ്റ് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം ബ്ലാക്ക് കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിന് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. വൈറ്റ് ബിഷപ്പിനെ A3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്തുകൊണ്ട് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് C5 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് B പോൺ ഉപയോഗിച്ച് വൈറ്റിൻ്റെ പോണിനെ എടുക്കാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ആദ്യം ആ B6 പോണിനെ പിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ B1 കൊണ്ടുവരുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ B പോൺ പിന്നായിട്ടുണ്ട്. ആ പോണിന് പിന്നിൽ ബിഷപ്പ് ഉള്ളതുകൊണ്ട് തന്നെ പോണിനെ ഇങ്ങോട്ടേക്ക് മാറാൻ പറ്റില്ല. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഈ വൈറ്റിൻ്റെ അറ്റാക്ക് കാര്യമാക്കുന്നില്ല, ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം റൂക്കിനെ F6 കൊണ്ടുവരുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ റൂക്ക് ഈ ഡയഗണലിൽ നിന്നും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ C5 മൂവ് ചെയ്തുകൊണ്ട് ഒരു അറ്റാക്കിന് ശ്രമിക്കുന്നില്ല, പകരം ബ്ലാക്കിൻ്റെ ഈ വളരെ സ്ട്രോങ് ആയ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ D2 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ നൈറ്റിനെ D2 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ ആദ്യം തന്നെ ബിഷപ്പ് വെച്ച് ആ നൈറ്റിനെ വെട്ടിയെടുത്താൽ പോരെയെന്ന് തോന്നാം. എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ബിഷപ്പ് വെച്ച് തിരിച്ചു വെട്ടാം. ഇതോടെ വൈറ്റിൻ്റെ ക്വീനെതിരെയും റൂക്കിനെതിരെയും അറ്റാക്ക് വരും. ക്വീൻ അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ വൈറ്റിന് ഈ റൂക്ക് നഷ്ടപ്പെടും. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ആദ്യം തന്നെ ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നതിന് പകരം നൈറ്റിനെ D2 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് നൈറ്റ് വെച്ച് നൈറ്റിനെ എടുക്കുമ്പോൾ ക്വീൻ വെച്ച് തിരിച്ചുവിട്ടിക്കൊണ്ട് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാം എന്നാവും വൈറ്റ് ഉദ്ദേശിച്ചത്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനെ എടുക്കുന്നില്ല, പകരം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ H6 കൊണ്ടുവരുന്നു. ബ്ലാക്കിൻ്റെ ഈ ഒരു മൂവിൻ്റെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. അതായത് അടുത്ത മൂവിൽ ക്വീനെ H4 കൊണ്ടുവരികയും അതിനുശേഷം H2 പോണിനെ എടുത്തുകൊണ്ട് ഇവിടെ ചെക്ക്മേറ്റ് ചെയ്യുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. ഇങ്ങനെയൊരു അറ്റാക്കിനുള്ള സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് വൈറ്റ് ആദ്യം തന്നെ H4 സ്കോർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് G3 മൂവ് ചെയ്യുന്നു. ഇതോടെ H4 സ്ക്വയർ വൈറ്റിൻ്റെ കൺട്രോളിലായിട്ടുണ്ട്.
ഇതോടെ ബ്ലാക്കിൻ്റെ അറ്റാക്ക് സിമ്പിളായി പരിഹരിക്കാൻ കഴിഞ്ഞു എന്നാവും വൈറ്റ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വൈറ്റ് പ്രതീക്ഷിക്കാത്ത ഒരു മൂവാണ് അടുത്തായി ബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീൻ H4 വരുന്നത് തടയുന്നതിനായിട്ടാണ് വൈറ്റ് G3 മൂവ് ചെയ്തത്. എന്നാൽ ബ്ലാക്ക് അതേ മൂവ് തന്നെയാണ് ചെയ്യുന്നത്. ക്വീനെ H4 കൊണ്ടുവന്ന് ആ ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതൊരു ക്വീൻ സാക്രിഫൈസും ആണ്. അതുപോലെ ഇവിടെ ഒരു ചെക്ക്മേറ്റ് ഫിഷനും ഉണ്ട്. വൈറ്റ് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ അടുത്ത മൂവിൽ ചെക്ക്മേറ്റ് ആവും. എന്നാൽ ഈ ക്വീൻ സാക്രിഫൈസ് കൊണ്ട് ബ്ലാക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാത്തവർ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ഈ പോൺ വെച്ച് ക്വീനെ വിട്ടാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് ഈ ക്വീൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. അതായത് ആദ്യം റൂക്ക് G6 ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. കിങ്ങിന് H1 തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് നൈറ്റ് വെച്ച് F2 പോകേണ്ടതുകൊണ്ട് ഡബിൾ ചെക്ക് വരുന്നതോടെ ചെക്ക്മേറ്റ് ആവും. ഇപ്പോൾ നൈറ്റ് വെച്ചും ബിഷപ്പ് വെച്ചും ചെക്കുണ്ട്. G5 മുഴുവൻ റൂക്കിൻ്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. അതോടെ ചെക്ക്മേറ്റ് ആവും. അങ്ങനെ ഒരു ചെക്ക്മേറ്റിന് സാധ്യതയുള്ളതുകൊണ്ട് ഇപ്പോൾ വൈറ്റിന് ഈ ക്വീൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ H2 പോകേണ്ട വിട്ടെടുത്ത് ചെക്ക് വരുമ്പോൾ കിങ്ങിന് മൂവ് ചെയ്യുന്നതിനായിട്ട് ഈ റൂക്കിനെ എങ്ങോട്ടെങ്കിലും മാറ്റിയാലും H2 പോകേണ്ടോട്ട് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ F1 മാത്രമേ മാറാൻ കഴിയുള്ളൂ. ഈ സമയത്ത് ഈ നൈറ്റിൻ്റെ സപ്പോർട്ടോടെ F2 പോകേണ്ടോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഈ റൂക്കിനെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കൊണ്ട് ഇവിടെ സ്പേസ് ഉണ്ടാക്കുന്നതും നല്ല മൂവല്ല. അല്ലാതെ H3 മൂവ് ചെയ്തുകൊണ്ട് ആ ഒരു അറ്റാക്ക് ഒഴിവാക്കാൻ ശ്രമിച്ചാലും ക്വീന് വെച്ച് ആ പോണേറ്റ് എടുക്കാം. ഇനിയിപ്പോൾ വൈറ്റ് ഇവിടെ എന്തിനെ മൂവ് ചെയ്താലും അടുത്ത മൂവിൽ ക്വീൻ H2 H1 ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. വേറെ ഓപ്ഷനൊന്നുമില്ല. ഇവിടെ റൂക്കിനെ എങ്ങോട്ടെങ്കിലും മാറ്റിയാലും ചെക്ക്മേറ്റ് തന്നെയാണ്. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ഈ ക്വീനിൻ്റെ സാക്രിഫൈസൊക്കെയാണ്. എന്നാൽ വൈറ്റിൻ്റെത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് നൈറ്റിനെ F3 കൊണ്ടുവരുന്നു. ഇപ്പോൾ H2 പോകേണ്ട ഒരു സപ്പോർട്ടാണ്. അതുപോലെ ബ്ലാക്കിൻ്റെ ക്വീനെതിരെ അറ്റാക്കുമാണ്. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്കുണ്ട്. നൈറ്റ് ഉപയോഗിച്ചും പോൺ ഉപയോഗിച്ചും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ എങ്ങോട്ടേക്കെങ്കിലും മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ബ്ലാക്ക് ഇപ്പോഴും ക്വീനെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നില്ല. പകരം വീണ്ടും ഒരു സ്ട്രോങ് മൂവാണ് ചെയ്യുന്നത്. നൈറ്റിനെ G5 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ ഈ നൈറ്റാണ് H2 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റ് നോട്ടാണെങ്കിൽ ക്വീനും വെച്ച് H2 പോണിന് ഇട്ടതുകൊണ്ട് അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് വൈറ്റിനിപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റ് നോട്ടാൻ പറ്റില്ല. ഈ നൈറ്റ് വെച്ച് നൈറ്റ് നോട്ടാതെ വേറെ എന്തെങ്കിലുമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ആ നൈറ്റിന് സപ്പോർട്ട് എടുത്തിട്ടും കാര്യമില്ല. നൈറ്റ് വെച്ച് നൈറ്റ് നോട്ട് ചെക്ക് വരും. ഇപ്പോൾ ഇതിൽ ഏത് സ്കോറിലേക്ക് തന്നെ മാറിയാലും അടുത്ത മൂവിൽ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ ബിഷപ്പ് വെച്ച് ആ നൈറ്റ് നോട്ട് എടുത്താലും ക്വീന് വെച്ച് H2 പോണിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ ഇവിടെ നൈറ്റ് വെച്ച് ചെക്ക് വരുന്നതിന് മുമ്പായിട്ട് കിങ്ങിനെ എങ്ങോട്ടെങ്കിലും മാറ്റിയാലും ക്വീന് വെച്ച് H2 പോണിട്ട് എടുത്തുകൊണ്ട് ചെക്ക്മേറ്റ് ചെയ്യാൻ കഴിയും. കാരണം വൈറ്റിൻ്റെ നൈറ്റ് ഇപ്പോൾ ഈ ബിഷപ്പിൻ്റെ പിന്നിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ നൈറ്റ് വെച്ച് ക്വീനെ ഒട്ടാൻ പറ്റില്ല. അതോടെ ചെക്ക്മേറ്റ് ആവും. ഇനിയിപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റ് നോട്ടുന്നതിന് പകരം നൈറ്റ് വെച്ച് ഈ ക്വീനെ നോട്ട് എടുത്താലും അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റ് ആണ്. അതായത് നൈറ്റ് H3 ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഈ ഡയഗണൽ മുഴുവൻ ബിഷപ്പിൻ്റെ കൺട്രോളിലാണ്. കിങ് ചെക്കിലുമാണ്. അതോടെ ചെക്ക്മേറ്റ് ആവും. എന്തായാലും വൈറ്റിനിപ്പോൾ ഈ നൈറ്റ് വെച്ച് നൈറ്റിനെയോ അല്ലെങ്കിൽ നൈറ്റ് വെച്ച് ക്വീനെയോ ഇട്ടെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോൺ വെച്ച് ക്വീൻ ഇട്ടെടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റ് G5 വന്നത് കാരണം ബ്ലാക്കിന് റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കാനും പെട്ടെന്ന് ചെക്ക്മേറ്റ് ചെയ്യാനും കഴിയില്ല. ബ്ലാക്ക് ആദ്യം ഈ G5 ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റ് വെച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റിനിപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ G2 മൂവ് ചെയ്യാം, അല്ലെങ്കിൽ H1 മൂവ് ചെയ്യാം. എങ്ങോട്ട് തന്നെ മാറിയാലും അടുത്ത മൂവിൽ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്ക് വരികയും
വൈറ്റിന് ക്വീൻ നഷ്ടപ്പെടുകയും ചെയ്യും. വൈറ്റ് എന്തായാലും കൂടുതൽ സ്പേസ് കിട്ടുന്നതിനായിട്ട് കിങ്ങിനെ G2ലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്വീനെ നേടിയെടുക്കുക മാത്രമല്ല ബ്ലാക്കിൻ്റെ ഉദ്ദേശം, വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ചെയ്യുകയാണ്. അതിനായിട്ട് നൈറ്റിനെ E1ലേക്ക് കൊണ്ടുവന്ന് ഒരു ഡബിൾ ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ബിഷപ്പ് വെച്ചും നൈറ്റ് വെച്ചും ചെക്കുണ്ട്. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ കിങ്ങിന് 3 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ G1ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ G3ലേക്ക് മൂവ് ചെയ്യാം, അതുമല്ലെങ്കിൽ H3ലേക്ക് മൂവ് ചെയ്യാം. ഈ 3 ഓപ്ഷൻ ഒന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ G1ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ റൂക്ക് G6ലേക്ക് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്പേസ് ഒന്നുമില്ല, ബ്ലോക്ക് ചെയ്യാനൊന്നുമില്ല, അവിടെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ G2ലേക്കാണ് മൂവ് ചെയ്താലും റൂക്ക് വെച്ച് ചെക്ക് വരും. ഇവിടെയും 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ H3ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ F4ലേക്ക് മൂവ് ചെയ്യാം. എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും അടുത്ത മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ഇവിടെ ഇപ്പോൾ H3ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ബിഷപ്പ് G2ലേക്ക് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ F4ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 2 രീതിയിൽ ചെക്ക്മേറ്റ് ഉണ്ട്. ഒന്നുകിൽ നൈറ്റ് G2ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്, അല്ലെങ്കിൽ റൂക്ക് G4ലേക്ക് ഒന്ന് ചെക്ക് വന്നാലും ചെക്ക്മേറ്റ് ആവും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ഒരു ഡബിൾ ചെക്ക് കൊടുത്തേക്കാണ്. കിങ്ങിന് മൂവ് ചെയ്യാനുള്ള 3 ഓപ്ഷനിൽ 2 ഓപ്ഷനാണ് ഇവിടെ കാണിച്ചത്. വൈറ്റ് ഇവിടെ 3ാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. കിങ്ങിനെ H3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ റൂക്ക് ഉപയോഗിച്ചോ നൈറ്റ് ഉപയോഗിച്ചോ ചെക്ക് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബിഷപ്പ് G2ലേക്ക് വന്ന് ചെക്ക് കൊടുക്കുന്നു. ബിഷപ്പിന് ഇപ്പോൾ നൈറ്റിന് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കിങ് ഉപയോഗിച്ച് വെട്ടാൻ പറ്റില്ല. G4 സ്ക്വയറിലേക്ക് പോണിന് കണ്ടുള്ളതുകൊണ്ട് അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു സ്ക്വയറിലേക്ക് മാറാൻ കഴിയുള്ളൂ. G3ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് റൂക്ക് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുന്നു. ഇവിടെയും ഒരു സ്ക്വയറിലേക്ക് മാറാൻ കഴിയുള്ളൂ. കിങ് F4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റ് ആണ്. റൂക്ക് G4ലേക്ക് ഒന്ന് ചെക്ക് കൊടുത്തതോടെ ചെക്ക്മേറ്റ് ആയി. വളരെ നല്ലൊരു അറ്റാക്കിംഗ് ഗെയിമായിരുന്നു. നമ്മൾ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ചെയ്യുന്ന വീഡിയോ ആയത് കാരണം വീഡിയോയിൽ എന്തൊക്കെയോ കുറവുകളുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു. എന്ത് കുറവുകളുണ്ടെങ്കിലും ദയവായി എല്ലാവരും ക്ഷമിക്കുക. അടുത്ത വീഡിയോ മുതൽ എല്ലാ കുറവുകളും പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.